ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. യേശുവിന്റെ പാദപീഠത്തിങ്കൽ നമുക്കൊന്നിച്ച് ഇരിക്കുവാൻ നിങ്ങൾ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു വാക്ക് ഇൻട്രഡക്ഷനിൽ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഈ ബ്ലെസ്സഡ്നെസ് എന്ന് പറയുന്നത്, ഈ ഭാഗ്യം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ദൈവത്തിനെ സംബന്ധിച്ച ഭാഗ്യം എന്ന് പറയുന്നത് പണമോ വലിയ വീടോ ഏറ്റവും ലേറ്റസ്റ്റ് കാറോ ലേറ്റസ്റ്റ് മൊബൈലോ അല്ലെങ്കിൽ ഉന്നതമായ ജോലിയോ അല്ലെങ്കിൽ സൗന്ദര്യമോ ഇതൊന്നും അല്ല. ഒരു ദൈവത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ദൈവം തരുന്ന ആ രക്ഷയുടെ സന്തോഷമാണ്. അത് ആർക്കും നമ്മളിൽ നിന്ന് എടുത്തു കളയാനൊക്കത്തില്ല. ലോകത്തിന്റെ സന്തോഷങ്ങൾ ഒന്ന് എല്ലാം മാറി മറിഞ്ഞു വരും. പണമുള്ളപ്പോൾ കൂട്ടുകാർ കാണും, ആരോഗ്യമുള്ളപ്പോൾ കൂട്ടുകാർ കാണും, സ്നേഹിതർ കാണും. ആരോഗ്യം കുറയുമ്പോൾ, പ്രായം കുറയുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക് വിലയില്ലാതെ വരും. നമ്മളെ ശ്രദ്ധിക്കാൻ ആൾക്കാർ കുറയും. ഇത്രയേ ഉള്ളൂ സന്തോഷം. ലോകം തരുന്ന സന്തോഷം അത്രയേ ഉള്ളൂ. ആരോഗ്യം ഉണ്ടെങ്കിൽ സന്തോഷം, പണം ഉണ്ടെങ്കിൽ സന്തോഷം, പണമില്ലാത്തപ്പോൾ സന്തോഷം പോകും. ഒരു ചെറിയ തലവേദന മതി, നമ്മുടെ സന്തോഷം പോകും. പക്ഷെ ദൈവവേദനയുടെ സന്തോഷം, ഭാഗ്യം എന്ന് പറയുന്നത് അത് ആർക്കും നമ്മൾ എടുക്കാൻ ഒക്കത്തില്ല. കർത്താവ് തരുന്ന സന്തോഷമാണ്. ഇന്ന് രാത്രികാലം ആ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി. യേശു നിങ്ങൾക്ക് സമാധാനം തരട്ടെ, നിങ്ങൾക്ക് സന്തോഷം തരട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ഓക്കെ, നമുക്കിന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. ബ്ലെസ്ഡ് ആർ ദ മീക്ക്, ഫോർ ദേ ഷാൽ ഇൻഹെറിറ്റ് ദി എർത്ത്. Meekness in the modern world is not an honorable word. You know, if somebody says that in the modern world to be meek, it means that that person is spineless. That person is, he's a pavam. He's, നമ്മൾ ഒത്തിരി കമന്റ് പറയും, ഞാനൊരു പാവ, അല്ല നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ ഒരു കഴകത്തില്ലാത്തവരെന്നൊക്കെ നമ്മൾ ഈ സൗമ്യത ഉള്ളവർ അല്ലെങ്കിൽ ഒത്തിരി താഴ്മയുള്ളവരൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് അതിന് വലിയ വിലയില്ലാത്തൊരു സ്വഭാവമാണ് സൗമ്യത എന്ന് പറയുന്നത്, വീക്ക്നെസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിന് എത്രമാത്രം പവർ ഉണ്ടെന്നുള്ളത് ദൈവവചനത്തിലൂടെ നമുക്ക് ചിന്തിക്കാം. നിങ്ങളിത് ദൈവവചനം എൻജോയ് ചെയ്യുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവവചനം അരമണിക്കൂർ നിങ്ങളോട് പറയുവാൻ ഞാൻ കുറച്ച് സമയം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ എടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെൻ്റെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹമാണ്. നിങ്ങൾക്ക് അത് അനുഗ്രഹമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ആമേൻ. നിങ്ങൾ കേൾക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ തരുന്ന നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ മീക്ക്നെസ് എന്ന് പറയുന്നത്, താഴ്മ എന്ന് പറയുന്നത്, സൗമ്യത എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക ലോകത്തിൽ എല്ലാവരും പറയും ഇടിച്ചു നിൽക്കണം. മലയാളികൾ പറയുന്നൊരു വാക്കുണ്ട്, ഇടിച്ചു നിൽക്കണം. നമ്മൾ മിണ്ടാതിരിക്കരുത്. ഒരാൾ ഒന്ന് പറഞ്ഞാൽ 10 തിരിച്ചു പറയണം. ഇങ്ങനെയുള്ള ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പോഴാണ് കർത്താവ് പറയുന്നത് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. മീക്ക്നെസ് അതിന്റെ കർത്താവ് ഇത് പ്രസംഗിച്ച അരാമ്യ ഭാഷയാണ്. എന്നാൽ ഇത് ഗ്രീക്കിലാണ് പുതിയ നിയമം എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ഈ മീക്ക്നെസ് എന്ന് പറയുന്ന വാക്കിനെ പറ്റി ഞാനിങ്ങനെ ഒരു കമന്ററിയിൽ ഇങ്ങനെ നോക്കിയപ്പോൾ പ്രൗസ് എന്ന് പറഞ്ഞ വാക്കാണ്. അപ്പോൾ അന്നത്തെ ഈ ഗ്രീക്ക് ചിന്തകന്മാർ ഒരു വാക്കിനെ അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുമ്പോൾ, ഒരു സ്വഭാവത്തെ പറ്റി, ഒരു ക്യാരക്ടറെ പറ്റി പഠിക്കുമ്പോൾ അവരത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അവരുടെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ 2 എക്സ്ട്രീമിന്റെ ഇടയ്ക്കുള്ള ഒരു കാര്യമാണ് ഈ മീക്ക്നെസ് എന്ന് പറഞ്ഞാണ് അവരുടെ ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞത്, ഒരു എക്സ്ട്രീമിൽ ഭയങ്കരമായ കോപം, എക്സ്ട്രീം ആങ്കർ, ഒരു എക്സ്ട്രീമിൽ കോപമില്ലാത്ത അവസ്ഥ, ഇതിന്റെ ഇടയിൽ സൈലന്റ് ആയിരിക്കുന്ന ഒരു അവസ്ഥ, അതിനാണ് ഒരാൾ വീക്ക്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഇപ്രകാരം കൂടെ പറഞ്ഞിട്ടുണ്ട്, വീക്ക്നെസ് ഇസ് നോട്ട് ടു ബി ക്വയറ്റ്, മിണ്ടാതിരിക്കുക അല്ല, പക്ഷെങ്കിൽ ടു ബി ആംഗ്രി അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് ടു ബി നെവർ ആംഗ്രി അറ്റ് ദ റോങ് ടൈം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, മലയാളത്തിൽ ഒന്ന് പറയാം. സൗമ്യത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ അയ്യോ ഞാൻ പാവമാണേ, അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതല്ല. എന്ത് കണ്ടാലും മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. കോപിക്കേണ്ട റൈറ്റ് ടൈമിൽ കോപിക്കുക, കോപിക്കേണ്ടാത്ത സമയത്ത്, അതായത് തെറ്റായ ഒരു സമയത്ത് കോപിക്കാതിരിക്കുക. വാട്ട് ഈസ് ദ റൈറ്റ് ആൻഡ് റോങ് ടൈം? ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഈ കറക്റ്റ് സമയം, എന്താണ് ഈ തെറ്റായ സമയം? നമുക്കറിയാം. അതിനെപ്പറ്റി ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നെവർ ടു ബി ആംഗ്രി ഫോർ എനി ഇൻസൾട്ട് ഓർ എനി ഇഞ്ചുറി ഡൺ ടു അവർ സെൽസ്.
And often it's right to be angry at injuries done to other people. Selfish anger is always a sin. Selfless anger can be one of the great moral dynamics of the world. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഈ ശരിയായ സമയത്ത് കോപിക്കുക, തെറ്റായ സമയത്ത് കോപിക്കാതിരിക്കുക, എന്താണ് അതിന്റെ അർത്ഥം? ഇങ്ങനെ ഞാനിത് ഒന്ന് തെളിയിച്ചുകൊണ്ട് ലാസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ എപ്പോഴാണ് കോപിക്കാതിരിക്കേണ്ടത്? യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് ലാസ്റ്റ് വരാം. എപ്പോഴാണ് നമ്മൾ കോപിക്കാതിരിക്കുക? നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ, നമ്മളെ ഒരാൾ വേദനിപ്പിക്കുമ്പോൾ, ആമേൻ, അവിടെ കോപം വരും. പക്ഷെ അവിടെ നമ്മൾ മിണ്ടാതിരിക്കാം. പക്ഷെ മറ്റുള്ള ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അനീതി കാണുമ്പോൾ നമ്മൾ കോപിക്കുക. എന്ന് വെച്ചാൽ സെൽഫിന് വേണ്ടി നമ്മൾ കോപിക്കാതിരിക്കുക. അതാണ് റൈറ്റ് ടൈം എന്നാണ് ഒരിടത്ത് ഞാൻ വായിക്കുവാനിടയായി തീർന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഈ പ്രൗസ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഈ മീക്നെസ് എന്ന് പറഞ്ഞ ഗ്രീക്കിന് വേറെ ഒരു അർത്ഥം കൂടെ ഉണ്ട്. ആ അർത്ഥം എന്ന് പറഞ്ഞത് അവരുപയോഗിച്ചുകൊണ്ടിരുന്ന വാക്ക് ഒരു വൈൽഡ് ആനിമൽ അല്ലെങ്കിൽ കാട്ടിൽ കിടക്കുന്ന ഒരു ആനയെ മെരുക്കുക എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ടു ടൈം. അതിന് മീക്നെസ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കുതിരയെ കൊണ്ടുവരിക. കുതിരയെ കാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. കുതിരയെ കൊണ്ടുവന്ന് അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കും. അത് വഴങ്ങത്തില്ല, ആൾക്കാർ നേരെ അതിന്റെ പുറത്ത് കയറിയിരിക്കാനൊക്കത്തില്ല. അപ്പൊ അതിനെ കുതിരയെ ട്രെയിൻ ചെയ്യിപ്പിക്കും, അതിനെ മെരുക്കിയെടുക്കും. ഇവൻ നമുക്കറിയാം, പട്ടിയെ പോലും നമ്മൾ വീട്ടിൽ വളർത്തുന്ന അതിനെ കൊണ്ടുവന്ന് അതിനെ ട്രെയിനിങ് കൊടുക്കും, മെരുക്കിയെടുക്കും. അപ്പോൾ യജമാനൻ പറയുന്ന എല്ലാം അതനുസരിക്കും. കുതിര മെരുക്കിയെടുത്ത് കഴിയുമ്പോൾ യജമാനൻ പറയുന്നത് ഈ കുതിര ഇങ്ങനൊന്ന് പറഞ്ഞാൽ അതനുസരിക്കും. അങ്ങനെ മെരുക്കി. അപ്പൊ ആ ഒരു വാക്ക് അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക്കേറ്റഡ്, ടു ടൈം, സ്ട്രെയിൻ ടു ഒബേ എ കമാൻഡ്. അത് കൺട്രോൾ. ഇപ്പൊ കുതിരയൊക്കെ അറിയാം, നമുക്കറിയാം അതിന് റെയിൻസ് ഉണ്ട്, അതിനൊരു കടിഞ്ഞാണുണ്ട്. അപ്പൊ ആ കടിഞ്ഞാണെ ഒബേ ചെയ്യുവാൻ ഇതിനെ ടൈം ചെയ്തെടുക്കുന്ന ഒരു വാക്കാണ് മീക്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലെസ്സഡ് ഇസ് ദ മാൻ. നമുക്കത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് എടുത്താലോ? ആമേൻ. ബ്ലെസ്സഡ് ഇസ് ദ മാൻ, മെരുങ്ങിയിരിക്കുന്ന, സെൽഫ് കൺട്രോളുള്ള, സ്വയനിയന്ത്രണമുള്ള ഒരു മനുഷ്യൻ. ആ വാക്കാണ് മീക്നെസ് എന്നുള്ള വാക്കോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ ടൈം എന്ന് മെരുക്കിയെടുക്കുക എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ പഠിക്കുമ്പോൾ, ടു ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ടൈം അല്ലായിരുന്നു, അത് വൈൽഡായിരുന്നു, കാട്ടു സ്വഭാവമായിരുന്നു. പക്ഷെ അതിനെ മെരുക്കി വീട്ടിന്റെ അന്തരീക്ഷത്തിൽ അതിനെ കൊണ്ടുവന്നു. അപ്പോൾ ഒരു ചേഞ്ച് അവിടെ ആവശ്യം അല്ലേ? നമുക്ക് സെൽഫ് കൺട്രോൾ ഇസ് ബിയോണ്ട് ഹ്യൂമൻ കപ്പാസിറ്റി. ഇറ്റ് ഇസ് എ ബ്ലെസ്സിംഗ് ഓഫ് ദ മാൻ ഹു ഇസ് ഗോഡ് കൺട്രോൾഡ്. ദൈവത്താൽ നിയന്ത്രിതമായാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വയ ഇച്ഛകളെ നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ പറ്റത്തുള്ളൂ. ഒരു കാട്ടുകുതിരയെ അല്ലെങ്കിൽ ഒരു കാട്ടാനയെ മെരുക്കി, ഒരു നാട്ടാനെ, ഒരു പാപ്പാൻ, ഒരു ചെറിയ മനുഷ്യന്റെ ഒരു ചെറിയ വടിക്കുള്ളിൽ അവന് ആ ആനയെ ഒതുക്കി നിർത്തുന്നത് അതിനെ മെരുക്കിയെടുത്തത് കൊണ്ട്. ആമേൻ. ഒരു ചെറിയ ആനക്കാരൻ ഒരു ചെറിയ കാര്യം ഇങ്ങനെ ചെറിയ തോണ്ടുമ്പോൾ അതറിയാം എങ്ങോട്ട് തിരിയണമെന്ന്. അപ്പോൾ ഈ വാക്ക് എന്ന് പറയുന്ന സൗമ്യത എന്ന് പറയുന്ന വാക്കിന് മെരുക്കിയെടുക്കാനോ അത് ദൈവത്തിന് മാത്രമേ നമ്മളിൽ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന്റെ കർത്തൃത്വം പൂർണ്ണമായിട്ട് കൊടുക്കുമ്പോൾ, കർത്താവ് നീ എന്നെ നിയന്ത്രിക്കണമേ, നീ എന്നെ കൺട്രോൾ ചെയ്യണമേ, നീ എന്റെ ചിന്തകളെ നിയന്ത്രിക്കണമേ, നീ എന്റെ തീരുമാനങ്ങളെ നിയന്ത്രിക്കണമേ എന്ന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായി മെരുക്കപ്പെട്ടവരായി തീരും. ആമേൻ. വേറെ ഒരു വഴിയില്ല അതിനകത്ത്. നമ്മൾ പലപ്പോഴും ദൈവത്തെ മെരുക്കാനാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ വഴിയിലേക്ക് ദൈവത്തെ കൊണ്ടുവരാനാണ് നോക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. മീക്നെസ് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന് സമ്പൂർണ്ണമായി വിധേയപ്പെട്ട് കൊടുക്കും. വി ട്രൈ ടു കൺട്രോൾ ഗോഡ്, വി ട്രൈ ടു ബ്രിങ് ഗോഡ് അക്കോർഡിംഗ് ടു അവർ വിംസ് ആൻഡ് അവർ ലൈക്സ്. ബട്ട് ഗോഡ് വാണ്ട്സ് us to treat him as our master. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അവനെ രാജാവും കർത്താവും ആയിട്ട് അംഗീകരിക്കും. ഒന്ന് ഓർത്ത് വയ്ക്കിപ്പം ഒരു കുതിരയെ മെരുക്കിയെടുത്തു, പക്ഷെ കുതിര അനുസരിക്കത്തില്ല. എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ? ആ കുതിര പറയാണ്, ഇല്ല ഞാൻ പറയുന്നിടത്തേ ഞാൻ പോകത്തുള്ളൂ. എന്ത് സംഭവിക്കും? അടി കിട്ടും. എന്നാൽ ബ്ലെസ്സഡ് ആർ ദ മീക്ക് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ആ ഉദ്ദേശിക്കുന്ന വാക്ക് അത് മൃഗത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മെരുക്കിയെടുക്കുക ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചത്.
അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മൃഗമല്ല, നമ്മൾ മനുഷ്യനാണ്. കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. അപ്പോൾ നമ്മൾ ദൈവത്തിന് വിധേയപ്പെട്ട് കൊടുക്കുമ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കും. നമ്മൾ അനുസരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ആ കാട്ടു സ്വഭാവം മാറി ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ താഴ്മ വേണം. താഴ്മയില്ലെങ്കിൽ നമുക്കൊന്നും പഠിക്കാൻ ഒക്കത്തില്ല. ആമേൻ. ഒരു കാര്യം പഠിക്കണമെങ്കിൽ നമ്മൾക്കറിയത്തില്ല എന്ന് നമ്മൾ സമ്മതിച്ചാലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാം അറിയാമെന്ന് പറയുന്ന ഒരാളെ ദൈവത്തിന് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഒരു സ്വയം നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ആൾക്കാർ പറയുന്നത്, ഇതൊക്കെ ഞാൻ ഒത്തിരി കേട്ടതാ, ഞാൻ പണ്ട് മുതലേ ഇതിനകത്ത് വളർന്നതാ, എന്റെ 4 തലമുറ വരെ ഞാൻ ഇതിനകത്താ, ഞാൻ നമ്പാരിലോട്ടാ വീണമെന്നൊക്കെ പറയുന്ന ആൾക്കാർ. എനിക്കിതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അവരെ ദൈവത്തിന് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അവർ മെരുങ്ങത്തില്ല. അവർ ഇതൊക്കെ ഒത്തിരി കേട്ടതാണ്, ഇതൊക്കെ എന്നായിരിക്കുന്നു, ഇതൊക്കെ ഞാൻ ഒത്തിരി കണ്ടതാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ കർത്താവെ, ഞാനൊന്നും ആയിട്ടില്ല, നിന്റെ വചനം വായിക്കുമ്പോൾ എനിക്കൊരു ഒത്തിരി ആകാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അവരെയാണ് ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നത്. ആമേൻ. Without humility, there cannot be a true religion. Without humility, God cannot teach you. Without humility, there cannot be love. Amen. നമ്മൾ മനസ്സിലാക്കണം, കർത്താവേ, എനിക്ക് എൻ്റെ സ്വന്തം ശക്തി കൊണ്ടൊക്കത്തില്ല, എനിക്ക് ദൈവം ആവശ്യമാണ്. Only when man is conscious that he is a creature and God is a creator, and without God he can do nothing. അങ്ങനെയാണെങ്കിൽ മാത്രമേ he will grow spiritually. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, മനുഷ്യൻ എപ്പോഴാണ് മനുഷ്യൻ ഒരു സൃഷ്ടിയാണെന്നും ദൈവം തന്റെ സൃഷ്ടിതാവാണെന്നും, ആമേൻ, ദൈവത്തെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല, ദൈവത്തെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലെന്ന് ഒരു വ്യക്തി മനസ്സിലാകുമ്പോൾ, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മീയമായി വളരാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ മാത്രമേ ദൈവത്തിന് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. സോ ഞാൻ ഒന്നുകൂടെ നമുക്ക് ആ ഗിരിപ്രഭാഷണത്തിലെ 3-ാമത്തെ ഇതിലേക്ക് നമുക്കൊന്നുകൂടെ വരാം. ബ്ലെസ്സഡ് ആർ ദ മീക്ക്. അതെങ്ങനെയാണ് ഒന്നുകൂടെ ഒന്ന് പറയുന്നത്? ഈ അർത്ഥം വെച്ച് നമ്മൾ ഒന്നുകൂടെ പറഞ്ഞത്, ബ്ലെസ്സഡ് ഇസ് ദ മാൻ who has the humility to know his own ignorance and his own weakness and his own need. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് കർത്താവ് പറയുന്നത്, he will inherit the earth. അവൻ ഭൂമിയെ കൈവശമാക്കും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആൾക്കാർ എപ്പോഴും ചിന്തിക്കും, നമ്മൾ ഇടിച്ചു നിൽക്കണം, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം. ഒരാൾ ഒന്ന് പറഞ്ഞാൽ നമ്മൾ 5 തിരിച്ചു പറയും. നമ്മളെ ഒരാൾ കളിയാക്കിയാൽ പോലും നമുക്കത് തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ല. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, ഞങ്ങൾക്ക് തിരിച്ചെപ്പോഴാണ് കൊടുക്കാൻ പറ്റുന്നത്, അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ടാണ് സാധിക്കില്ല? കാരണം നമുക്ക് ഈഗോ ഉള്ളതുകൊണ്ട്, ഞാൻ എന്നുള്ളൊരു ഭാവം നമ്മളിൽ ഉള്ളതുകൊണ്ട് നമുക്ക് തിരിച്ചു കൊടുക്കണമെന്ന് തോന്നുന്നു. ഞാൻ അതിലേക്ക് ഞാൻ കടന്നു വരാം. അലക്സാണ്ടറിനെ പറ്റി കേട്ടിട്ടില്ലാത്ത ആരും, അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹത്തെ പറ്റി പറയുന്നത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി എന്ന്. അദ്ദേഹം ഒത്തിരി രാജ്യങ്ങൾ കീഴടക്കി, ഒത്തിരി രാജ്യങ്ങൾ കീഴടക്കി. താൻ ഭയങ്കര ഇനി ലോകം മുഴുവൻ കീഴടക്കണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു താൻ. പക്ഷെ തൻ്റെ ജീവിതത്തിൽ താൻ ഭയങ്കര മുൻകോപിയായിരുന്നു. ഇത്ര വലിയ രാജാവായിരുന്നല്ലോ. താൻ ഒരിക്കൽ മദ്യപിച്ചിട്ട് തൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്റെ നേരെ കുന്തമെറിഞ്ഞു. ദേഷ്യം കൊണ്ട് ചെയ്ത, പെട്ടെന്ന് എന്തോ അവൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല, ഒറ്റ കുന്തം എറിഞ്ഞു. ഏറ്റവും ക്ലോസ് ഫ്രണ്ടിനെ കൊന്നുകളഞ്ഞു. പക്ഷെ താൻ മരിച്ച എങ്ങനെയാണെന്നറിയോ? താന് മലേറിയ വന്നാ മരിച്ചു. ഒരു ചെറിയ കൊതുക് കൊണ്ട് താൻ മരിച്ചു. അപ്പൊ താൻ മരിക്കുന്നതിന് മുമ്പ് താന് ഈ അസുഖം ബാധിച്ച് കിടന്നപ്പോൾ താൻ പറഞ്ഞു, ഞാൻ മരിക്കുമെന്ന് എനിക്കറിയാം. ഇത്രയും മഹാനായ ചക്രവർത്തി മരിക്കാൻ പോയാണ്. താൻ പറഞ്ഞു, തന്നെ പെട്ടിയിലാക്കുമ്പോൾ തൻ്റെ 2 കൈ വെളിയിലോട്ട് വെക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ലോകത്തിൽ നിന്ന് ഞാനൊന്നും എടുത്തുകൊണ്ട് പോകത്തില്ല. അലക്സാണ്ടർ told his people when he is put in a coffin, let both of his hands be outside. Why? He told them that I just wanted to show that even though I achieved a lot, I'm not taking anything from this world. ഞാൻ ഒത്തിരി കാര്യങ്ങൾ നേടിയെങ്കിലും ലോകത്തിൽ ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് മറ്റുള്ളവർ കാണേണ്ടതിന് താൻ അങ്ങനെ ചെയ്തു. ആമേൻ.
അവൻ വാളുകൊണ്ട് ലോകത്തെ പിടിക്കാൻ നോക്കി. പക്ഷെങ്കിൽ ഇന്ന് അവൻ്റെ സാമ്രാജ്യമില്ല, ഗ്രീക്ക് സാമ്രാജ്യമില്ല. അത് കഴിഞ്ഞ് നെപ്പോളിയനും അതുപോലെ തന്നെ ഒരു ദ്വീപിൽ ക്യാൻസർ വന്ന് മരിച്ചു. നെപ്പോളിയന്റെ രാജ്യം എവിടെ? അലക്സാണ്ടർ രാജ്യം എവിടെ? എന്നാൽ വേറെ ഒരു രാജ്യം ഭൂമിയെ നിറഞ്ഞു, ഇപ്പോഴും നിറച്ചുകൊണ്ടിരിക്കുന്ന ഏത് രാജ്യമാണ്? യേശുവിന്റെ രാജ്യം, ദൈവരാജ്യം. എങ്ങനെയാണ് യേശു അത് ചെയ്തത്? സ്നേഹം കൊണ്ടും താഴ്മ കൊണ്ടും യേശു ലോകത്തെ കീഴടക്കി, അല്ലേ? ആമേൻ. വാളുകൊണ്ട് കീഴടക്കുന്നതിനേക്കാൾ, വാളുകൊണ്ട് ലോകത്തെ കീഴടക്കുമെന്ന് പറഞ്ഞ അലക്സാണ്ടറിനേക്കാൾ യേശു ലോകത്തിന് സ്വാധീനം കൊടുത്തു. എങ്ങനെയാണ്? തൻ്റെ ജീവിതം കൊണ്ട്, തൻ്റെ താഴ്മ കൊണ്ട്, തൻ്റെ മീക്ക്നെസ് കൊണ്ട്, തൻ്റെ സൗമ്യത കൊണ്ട്. ആമേൻ. സൗമ്യത യേശുവിനെ വലിയവനാക്കി. തൻ്റെ താഴ്ച, തൻ്റെ താഴ്മ, അതിലൂടെ യേശു ലോകത്തിൻ്റെ ഹൃദയങ്ങളിലേക്ക്, മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് കയറി. ആമേൻ. അലക്സാണ്ടർ കയറിയില്ല, നെപ്പോളിയൻ കയറിയില്ല, ഹിറ്റ്ലർ കയറിയില്ല, അവരെ ആരും കയറിയില്ല. യേശു എൻ്റെ സൗമ്യത കൊണ്ട് കയറി. ആമേൻ. വി ക്യാൻ കോൺകർ. നമുക്ക് എങ്ങനെയാണ് ദേശത്തെ പിടിച്ചടക്കാൻ കഴിയുന്നത്? സ്നേഹം കൊണ്ട്, താഴ്മ കൊണ്ട്. നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ എങ്ങനെയാണ് ജയിക്കാൻ കഴിയുന്നത്? ഭാര്യയോട്, ഭർത്താവിനോട്, കുഞ്ഞുങ്ങളോട്, മാതാപിതാക്കളോട് സ്നേഹം കൊണ്ട് മാത്രമേ ജയിക്കാൻ പറ്റത്തുള്ളൂ. വാക്കെന്ന വാളുകൊണ്ട് ജയിക്കാൻ പറ്റത്തില്ല. നാവെന്ന വാളുകൊണ്ട് ജയിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നോ? ഒരിക്കലും നടക്കത്തില്ല. യേശുവിനെ ഒന്ന് നോക്കിയേ. അതിനു മുമ്പ്, യേശുവിന്റെ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഭൂമിയിൽ ഏറ്റവും സൗമ്യതയുള്ളവൻ ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആരാ നിങ്ങൾക്കറിയോ? ബൈബിൾ says about a man who was the meekest man on the earth. അത് പറഞ്ഞത് ആരാന്നറിയോ? അവിടെ ബ്രാക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത്. ബൈബിള് പറയുന്നു, സംഖ്യാപുസ്തകം 12:3, നമ്പേഴ്സ് ചാപ്റ്റർ 12 verses 3. മോശ എന്ന പുരുഷനോ ഭൂതലത്തിൽ ഉള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ഇംഗ്ലീഷ് ഞാൻ വായിക്കാം. Now the man Moses was very humble, more than any man who was on the face of the earth. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറഞ്ഞ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു സാക്ഷ്യമാണ്. പക്ഷെ മോശയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, മോശ കോപിച്ചിട്ടില്ലേ? ഭയങ്കര കോപിച്ച പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇതെന്താ ഇങ്ങനെ വന്ന്? ഈ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് പുറപ്പാട് ദിവസം നമുക്കറിയാം, മോശ ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് കയറി, അല്ലെങ്കിൽ സീനായ് മലയിലേക്ക് കയറി ദൈവം കൊടുത്ത കൽപ്പലകളുമായിട്ട് താഴോട്ട് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ ഇതിനെതിരായിട്ട് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അന്യദൈവത്തെ ആരാധിക്കുമ്പോൾ ഇത് കണ്ട് ഈ ദൈവം കൊടുത്ത കൽപ്പലക പുള്ളി വലിച്ചെറിഞ്ഞ് താഴോട്ട് പുള്ളി പൊട്ടിച്ചു. എന്നിട്ട് ഈ വിഗ്രഹത്തെ എല്ലാം കൂടെ ചാമ്പലാക്കി പൊടിച്ച് ഈ ഇസ്രായേൽ മക്കൾ കുടിക്കാൻ കൊടുത്തു. അപ്പൊ ദേഷ്യക്കാരനായിരുന്നു, നല്ല ദേഷ്യം ഉണ്ടായിരുന്നു പുള്ളിക്ക്. പക്ഷെങ്കിൽ ഇവിടെ ഈ സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, മോശയുടെ പേഴ്സണൽ ക്യാരക്ടറെ പറ്റി മോശയുടെ സ്വന്തം സഹോദരനും സഹോദരിയും കൂടെ മോശയുടെ നേരെ വിരൽ ചൂണ്ടി. ഇസ്രായേൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ മോശ കോപിച്ചു. മോശ പറഞ്ഞു, വാളെടുക്കാൻ മുമ്പോട്ട് വരാൻ പറഞ്ഞു. ലേവി ഗോത്രം മുമ്പോട്ട് വന്നു, വെട്ടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം ദേഷ്യം എന്തോ ദേഷ്യമായിരുന്നു. പക്ഷെ ഈ സംഖ്യാപുസ്തകത്തിലേക്ക് വന്നപ്പോൾ മോശ സ്വന്തം സഹോദരനും സഹോദരി മോശയ്ക്കെതിരെ പറയും. മോശ മാത്രമാണോ ഉള്ളത്? ഞങ്ങളോട് ദൈവം സംസാരിക്കത്തില്ലേ? മോശ മിണ്ടിയില്ല. അവിടെ ഒരു വലിയ സത്യം ഇന്ന് രാത്രികാലം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ഇത് വായിച്ചപ്പോഴും എന്നെ അത് വീണ്ടും വളരെ ചിന്തിപ്പിച്ചു. വ്യക്തിപരമായി ഒരാരോപണം വന്നപ്പോൾ താൻ മിണ്ടാതിരുന്നു. എന്നാൽ ദേശത്തിന്റെ പാപം കണ്ടപ്പോൾ ഭയങ്കരമായി താൻ കോപിച്ചു. അത് ദൈവം ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഇവിടെ താൻ മിണ്ടാതിരുന്നപ്പോൾ ദൈവം തനിക്ക് വേണ്ടി സംസാരിച്ചു. നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവം മിണ്ടാതിരിക്കും. ഇപ്പോൾ മോശയ്ക്ക് വേണ്ടി പ്രതികരിച്ചായിരുന്നെങ്കിൽ ദൈവം സംസാരിക്കത്തില്ലായിരുന്നു. മോശ മിണ്ടിയില്ല. മോശയെ പറ്റി പറയുന്നവൻ അതിസൗമ്യനായ മനുഷ്യനായിരുന്നു.
നമ്മൾ ആദ്യം വായിച്ച ഭാഗമുണ്ടല്ലോ, നമ്മൾ സെൽഫിന് വേണ്ടി നമ്മൾ കോപിക്കരുത്. നമ്മളെ പേഴ്സണലി ഇൻസൾട്ട് ചെയ്യുമ്പോൾ, വിഷമിപ്പിക്കുമ്പോൾ, നമ്മളെ കുത്തി നോവിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കാതെ മൗനമായിരിക്കുക. അങ്ങനെ മൗനമായിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും. നമ്മൾ സംസാരിക്കാൻ പോയാൽ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കത്തില്ല. അതാണ് നമ്മളവിടെ പഠിക്കുന്നത്. ഇനി നമുക്ക് ഇതൊത്തിരി കർത്താവ് നമ്മളെ പരീക്ഷിക്കും കേട്ടോ. ഞാനീ പറയുന്നത് കർത്താവ് നമ്മളെ പരീക്ഷിക്കും. ടെസ്റ്റുകൾ കർത്താവ് തരും. ആൾക്കാരെ കൊണ്ട് നമ്മളെ കുത്തി 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 നോവിപ്പിക്കും. നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം? ഉണ്ടായിരിക്കണം. പ്രാർത്ഥിക്കുക. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവം അവരോട് സംസാരിക്കും. അതാണ് മോശ അവിടെ ചെയ്തത്. ഇനി യേശുവിനെ ഒന്ന് നോക്കാം. നമ്മുടെ മാതൃകാ പുരുഷൻ യേശു ക്രിസ്തുവാണല്ലോ. ഒരു വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 42 ഐശ്യ ചാപ്റ്റർ 42 വേഴ്സസ് 1 and 2. നമുക്ക് മലയാളത്തിൽ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ? ഐശ്യ ചാപ്റ്റർ 42 വേഴ്സസ് 1 and 2. യേശുവിനെ പറ്റി പറയുന്നത്, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അടുത്ത കേട്ടോണേ. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കിയില്ല, തെരുവീതികളിൽ അവൻ്റെ ശബ്ദം കേൾപ്പിക്കുകയില്ല. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ? Behold, my servant whom I uphold, my elect one in whom my soul delights. I have put my spirit upon him. He will bring forth justice to the Gentiles. He will not cry out, nor raise his voice, nor cause his voice to be heard in the street. ആമേൻ. നമുക്കറിയാം, ഞാൻ വാക്യങ്ങൾ എടുക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതം നോക്കിയേ. യേശുക്രിസ്തു ലോകത്തിൽ വന്നു. തന്റെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി താൻ ഒരിക്കലും കംപ്ലൈന്റ് ചെയ്തില്ല. യേശുവിന് കരം കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു. യേശുവിന് കിടക്കാൻ തല ചായ്ക്കാൻ സ്ഥലമില്ലായിരുന്നു. എന്നാൽ യേശു ആരോടും പറഞ്ഞില്ല. തൻ്റെ കൂടെ വന്ന ആൾക്കാരോട് പറഞ്ഞില്ല, അയ്യോ ഞാൻ ഈ ലോകത്തിലേക്ക് വന്ന് കണ്ടില്ലേ, മാനവജാതി രക്ഷിക്കാൻ വന്നു, എനിക്ക് തലയയക്കാൻ സ്ഥലമില്ലെന്ന് പരാതി യേശു പറഞ്ഞിട്ടില്ല. എന്നിട്ട് നമുക്കറിയാം, യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് ഞാൻ ഇന്നത് വായിച്ചെൻ്റെ മനസ്സിൽ ഒരു വേദന തോന്നി, ഒത്തിരി വേദന തോന്നി. അവിടെ പറയുന്നത്, യേശുവിനെ ഈ പടയാളികൾ പരിഹസിച്ചു, എന്നിട്ട് അടിച്ചിട്ട് അവർ ചോദിച്ചു, പ്രവചിക്കാം, പറക, നിന്നെ തല്ലിയത് ആര് എന്ന് പറയുക. യേശുവിന് അവൻ്റെ പേരും അവൻ്റെ അപ്പൻ്റെ പേരും അവൻ്റെ വല്യപ്പൻ്റെ പേരും സകല ഡീറ്റെയിലും വേണമെങ്കിൽ ഒറ്റയടിക്ക് പറയാൻ പറ്റും. യേശു മിണ്ടിയില്ല. He kept quiet. നീ ആർ? വെല്ലുവിളിയോടെ ചോദിക്കുകയാണ്. യേശു മിണ്ടിയില്ല. യേശുവിന് പറയാമായിരുന്നു, നിനക്കറിയാമോ ഞാൻ ആരാണ്? ലോകത്തെ സൃഷ്ടിച്ച ഞാനാണ്. നീ എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്കറിയാം. നീ എന്നാ ജനിച്ചതെന്ന് എനിക്കറിയാം. ഇതൊന്നും യേശു പ്രൂവ് ചെയ്യാൻ പോയില്ല, തെളിയിക്കാൻ പോയില്ല. യേശു മൗനമായിരുന്നു. ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ എൻ്റെ വിതിൻ ഫ്യൂ മിനിറ്റ്സ് ഞാൻ നിർത്തിക്കണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എബ്രായലേഖനം ഹീബ്രൂസ് ചാപ്റ്റർ, നമുക്കറിയാവുന്ന വാക്യമാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 12. നമ്മുടെ വിഷയം സൗമ്യതയാണ് അല്ലെങ്കിൽ താഴ്മയാണ്. ഈ എബ്രായലേഖനം 12 2 വാക്യം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത്. അടുത്ത 3-4 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ? Looking unto Jesus, the author and finisher of our faith, who for the joy that was set before him endured the cross, despising the shame, and has sat down at the right hand of the throne of God. ആമേൻ. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ക്രൂശിനെ സഹിച്ചു, അപമാനം അലക്ഷ്യമാക്കി. endured the cross. വേറെ ട്രാൻസ്ലേഷൻ പറയുന്നത് disregarded the shame. നിന്ദയും പരിഹാസവും അതിനെ അലക്ഷ്യമായി, അത് ശ്രദ്ധിച്ചില്ല, അത് ഗൗനിച്ചില്ല. ക്രൂശിനെ സഹിച്ചു. ആമേൻ. നമ്മളാണെങ്കിലോ ഈ നിന്ന ഇതെല്ലാം നമ്മൾ അതിനെല്ലാം ഏറ്റുപിടിക്കും. ഒരാൾ പറഞ്ഞാൽ നമ്മൾ വിടത്തില്ല, നമ്മളിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. എപ്പോഴാണ് ഇതിന് തിരിച്ചൊന്ന് കൊടുക്കാൻ പറ്റുന്ന നമ്മളിങ്ങനെ നോക്കിയിരിക്കും. പക്ഷെ യേശു അങ്ങനെയല്ലായിരുന്നു. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ആമേൻ. യേശു കംപ്ലൈന്റ് ചെയ്തില്ല. ക്രൂശിക്കുമ്പോൾ അവർ വെല്ലുവിളിച്ചു, കളിയാക്കി,
തുപ്പി അടിച്ചിട്ട് പറഞ്ഞു, ഓരോരുത്തരൊന്ന് അടിക്കുക, എന്നിട്ട് പറയാം എൻ്റെ പേര് പറ. യേശു മിണ്ടിയില്ല. തനിക്ക് വേണ്ടി യേശു ഒന്നും പറഞ്ഞില്ല. ആമേൻ. ദൈവമക്കളെ, ആ യേശു ലോകത്തെ കൈവശമാക്കി അല്ലേ? എല്ലാ 7 ഭൂഖണ്ഡങ്ങളിലും ഇന്ന് നെപ്പോളിയനെ അറിയത്തില്ല, അലക്സാണ്ടർ ചക്രവർത്തി അറിയത്തില്ല, യേശുവിനെ അറിയാം. യേശു ചെന്നിടത്തൊക്കെയും യേശുവിൻ്റെ സ്നേഹം ലോകത്തെ മാറ്റി, നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റി. യേശുവിൻ്റെ സ്നേഹം രൂപാന്തരം വരുത്തി. ആമേൻ. അതാണ് സൗമ്യതയോടുകൂടെ നമ്മൾ ഇടപെടുമ്പോൾ, സൗമ്യതയോടുകൂടെ നമ്മുടെ ജീവിതത്തെ മുഴുവനായി ദൈവങ്ങൾ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്തെ യേശുവിന് വേണ്ടി അവകാശമാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. No man can lead others until he has mastered himself. No man can serve others until, amen. No man can serve others until he has mastered himself. No man can control others until he has learned to control himself. But the man who gives himself into the complete control of God will gain the meekness which will indeed enable him to inherit the earth. ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിന്റെ കൺട്രോളിലായിരിക്കുന്ന ഒരു വ്യക്തി, ആമേൻ, അവൻ സൗമ്യതയുള്ളവനായിരിക്കും. അവൻ യേശുവിന്റെ സ്വഭാവമുള്ളവനായിരിക്കും. അവൻ തനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യത്തില്ല. ആൾക്കാർ എന്തും പറഞ്ഞോട്ടെ, അതിനെല്ലാം പോയി കയറി പിടിക്കാൻ പോകത്തില്ല. മൗനമായിരിക്കും, ദൈവത്തിന് കൊടുക്കും. നമ്മൾ മൗനമായിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും. നമ്മൾ എല്ലാത്തിനും ഏറ്റുപിടിക്കുമ്പോൾ ദൈവം മാറിപ്പോകും. നീ പഠിച്ചോ, നീ ഫൈറ്റ് ചെയ്തോ, നീ എല്ലാത്തിനും കയറി പിടിച്ചോ, പകയും മുടക്കവും വെച്ചോണ്ട് നീ നടന്നോ എന്ന് യേശു കർത്താവ് പറയും. പക്ഷെ നമ്മൾ മിണ്ടായിരുന്നാൽ, നമ്മൾ സൗമ്യതയോടെ ക്ഷമിച്ചാൽ, നമ്മൾ സ്നേഹം കൊണ്ട് ആളെ നേടും. ആമേൻ. എത്ര പറഞ്ഞാലും യേശു മിണ്ടിയില്ല. യേശുവിനെ തുപ്പിയിട്ട് യേശു മിണ്ടിയില്ല. യേശുവിനെ വെല്ലുവിളിച്ചു, യേശുവിനെ മിണ്ടിയില്ല. യേശുവിനെ കളിയാക്കി, യേശു മിണ്ടിയില്ല. ആമേൻ. ഞാൻ ഈ ഗിരിപ്രഭാഷണത്തിലെ 3-ാമത്തെ ഈ വചനം നമുക്കൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്താം. ഞാൻ ഇംഗ്ലീഷിലൊന്ന് പറയാം. ഓ വാട്ട് എ ബ്ലെസ്ഡ് man he is, who is always angry at the right time and never angry at the wrong time, who has every impulse and passion under the control because he is God controlled, who has the humility to realize his own ignorance, his own weakness. For such a man who is a king among men. എന്ന് മലയാളത്തിൽ ഒന്ന് പറഞ്ഞോട്ടെ. കറക്റ്റ്, ശരിയായ സമയത്ത് കോപിക്കുകയും തെറ്റായ സമയത്ത് കോപിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ, തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ദൈവത്തിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിൽ ഏൽപ്പിച്ചുകൊണ്ട്, ആമേൻ, ജീവിതത്തിൽ താഴ്മയോട് തൻ്റെ തെറ്റുകളെ മനസ്സിലാക്കുന്ന, തൻ്റെ കഴിവില്ലായ്മയെ മനസ്സിലാക്കിക്കൊണ്ട്, ആമേൻ, ദൈവസന്നിധിയിൽ കർത്താവേ നീയല്ലാതെ എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ വ്യക്തി, അവൻ ഭൂമിയെ കൈവശമാക്കും. ആമേൻ. അങ്ങനെ ഭൂമിയെ കൈവശമാക്കുവാൻ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെ കൈവശമാക്കുവാൻ നിങ്ങൾക്കും കഴിയും. Blessed are the meek, for they shall inherit the earth. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ കൺട്രോളിൽ തന്നെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.